നമസ്കാരം. കുടമാറ്റത്തിനായി കൊണ്ടുവന്ന ശ്രീരാമചന്ദ്രന്റെ കുട പോലീസ് തടയുന്ന ദൃശ്യങ്ങൾ പുറത്ത്. കമ്മീഷണർ അങ്കിത് അശോകിന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘമാണ് രാമന്റെ കുട അകത്തേക്ക് പ്രവേശിപ്പിക്കാതെ തടഞ്ഞത്. കുടമാറ്റത്തിന് മുന്നോടിയായി ഗോപുരത്തിനുള്ളിലേക്ക് രാമന്റെ കുട എത്തിച്ചപ്പോഴായിരുന്നു സംഭവം. ചുറ്റമ്പലത്തിനുള്ളിലേക്ക് കുട കയറ്റാൻ അനുവദിച്ചിരുന്നില്ല. കുടമാറ്റത്തിന് ശേഷം പൂരത്തിന് തടസ്സമുണ്ടാക്കിയതും കമ്മീഷണറുടെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം തന്നെയായിരുന്നു. പൂരം നടത്തിപ്പിൽ തടസ്സങ്ങൾ ഉണ്ടാകുന്നതിലേക്ക് നയിച്ചത് കുടമാറ്റത്തിനിടെ ശ്രീരാമന്റെ രൂപം ഉയർത്തിയതിനാലാണ് എന്ന ആരോപണം ഹൈന്ദവ സംഘടനകൾ ഉയർത്തുന്നതിനിടെയാണ് കുട തടയുന്നതിന്റെ ദൃശ്യങ്ങളും പുറത്തു വരുന്നത്. കുട തടഞ്ഞ സംഭവം അംഗീകരിക്കാൻ സാധിക്കുന്നതല്ല എന്നും കാരണങ്ങൾ ചോദിക്കുമ്പോൾ മുകളിൽ നിന്നുള്ള ഉത്തരവാണെന്നാണ് പോലീസ് ഉദ്യോഗസ്ഥർ പറയുന്നത് എന്നും തിരുവമ്പാടി ദേവസ്വം സെക്രട്ടറി ഗിരീഷ് പ്രതികരിച്ചു. തൃശൂർ പൂരത്തിൽ പോലീസിന്റെ അഴിഞ്ഞാട്ടമാണ് നടന്നത് എന്ന തരത്തിൽ വൻ വിമർശനം കഴിഞ്ഞ ദിവസം മുതൽ ഉയർന്നു വരികയുണ്ടായി. കുടമാറ്റത്തിൽ രാമന്റെ വിവിധ രൂപങ്ങൾ ഉയർന്നതിന് ശേഷം പലർക്കുമിടയിൽ അസഹിഷ്ണുതയുണ്ടാവുകയും ഇതിന്റെ ഭാഗമായി രാത്രി പൂരത്തിനിടെ മഠത്തിൽ വരവിന് പോലും പോലീസ് തടസ്സം സൃഷ്ടിച്ചു എന്നുമാണ് ആക്ഷേപം. തൃശൂർ പൂരത്തിനിടയിലെ ഏറ്റവും ആകർഷണീയമായ ചടങ്ങാണ് കുടമാറ്റം. ഇത്തവണ തിരുവമ്പാടിയും പാറമേക്കാവും മത്സരിച്ചുയർത്തിയ കുടകളിൽ ഭാരതത്തിന് അഭിമാനമായ നിരവധി ബിംബങ്ങൾ ഉണ്ടായിരുന്നു. ഇന്ത്യയുടെ അഭിമാന ദൗത്യം ചാന്ദ്രയാന് പൂരാശംസകൾ നേർന്നുകൊണ്ട് ISROയ്ക്ക് ആദരവ് സമർപ്പിക്കുന്ന കുടയും ഉയർന്നു. ഇതുകൂടാതെ രാംലല്ല വില്ലു കുലച്ച ശ്രീരാമചന്ദ്രൻ, അമ്പും വില്ലും കയ്യിലേന്തി നിൽക്കുന്ന രാമൻ, അയോധ്യ രാമക്ഷേത്രവും രാമനും എന്നിങ്ങനെ പലതരത്തിലുള്ള രൂപങ്ങളും കുടമാറ്റത്തിനിടെ ഉയർന്നു. പൂരപ്രേമികളെ ആവേശത്തിന്റെ കൊടുമുടിയിലെത്തിച്ച നിമിഷങ്ങളായിരുന്നു അത്. എന്നാൽ കുടമാറ്റത്തിന് ശേഷം സോഷ്യൽ മീഡിയയിലടക്കം നിരവധി വിദ്വേഷ പരാമർശങ്ങളാണ് ശ്രീരാമന്റെ കുടയുടെ പേരിൽ ഉയർന്നത്. ഇതിന് പിന്നാലെയാണ് രാത്രി പോലീസിന്റെ നേതൃത്വത്തിൽ നിയന്ത്രണം കടുപ്പിച്ചതും പൂരം ചടങ്ങുകൾ ചരിത്രത്തിൽ ആദ്യമായി പ്രതിസന്ധിയിലേക്ക് നീങ്ങിയതും. ഇതിനെതിരെ ഇന്നലെ മുതൽ തന്നെ സമൂഹ മാധ്യമങ്ങളിൽ പ്രതിഷേധം ശക്തമാണ്. രാഷ്ട്രീയ നിരീക്ഷകനായിട്ടുള്ള ശ്രീജിത്ത് പണിക്കർ അടക്കം കഴിഞ്ഞ ദിവസം ഇതിനെതിരെ ശക്തമായ പ്രതിഷേധം പോസ്റ്ററുകളിലൂടെ അറിയിച്ചിരുന്നു. അദ്ദേഹം പങ്കുവച്ച പോസ്റ്റിലെ വരികൾ ഇപ്രകാരമായിരുന്നു: എന്താണ് രാമൻ ഇഫക്റ്റ്? രാമന്റെ കുടമാറ്റം കാണുമ്പോൾ ഏമാന്മാർക്ക് പിരാന്തിളകി ബാക്കി പരിപാടി കുളമാക്കുന്നതിനാണ് രാമൻ ഇഫക്റ്റ് എന്ന് പറയുന്നത്. രണ്ടാമത്തെ പോസ്റ്റ്: ഹൃദയവേദനയോടെയാണ് ഇതെഴുതുന്നത്. രാമനെയും അയോധ്യയിലെ രാംലല്ലയെയും തന്നെയും തൃശൂർ പൂരത്തിന്റെ കുടമാറ്റത്തിൽ അവതരിപ്പിച്ചതിനെ എതിർത്ത അസഹിഷ്ണുതയോടെ പോസ്റ്റിടുന്ന നിരവധി പേരെ കണ്ടു. അവരോട് സ്നേഹത്തിന്റെ ഭാഷയിൽ ഒരു അഭ്യർത്ഥന: നിർത്തി നിർത്തി ഉച്ചത്തിൽ നീട്ടിക്കരയിടൂ കമ്മി സുടുക്കളെ, എന്നാലല്ലേ ഭാവം വരൂ എന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു ശ്രീജിത്ത് പണിക്കരുടെ പോസ്റ്റ് അവസാനിച്ചത്. എന്തായാലും ഇത്തവണത്തെ ഉത്സവം കുളമാക്കിയതിന്റെ പൂർണ്ണ ഉത്തരവാദിത്തം പോലീസിന്റെ തന്നെയാണ്. അക്കാര്യത്തിൽ യാതൊരുവിധ സംശയങ്ങളുമില്ല. കടുത്ത അമർഷം തന്നെയാണ് പോലീസിന്റെ ഭാഗത്തു നിന്നും ഇതിലുണ്ടാകുന്നത്.